ഗിരിജോട് ഇപ്പോൾ ഞാൻ എന്താ ചോദിക്കണ്ടേ? ഗിരിജയോട് ചോദിക്കണം. ഇപ്പൊ ഇങ്ങനെ നിങ്ങളുടെ വല്യച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ അല്ലെങ്കിൽ എന്താണ് അവസ്ഥ, ആണെങ്കിൽ എന്താണ് അവസ്ഥ? അതായത് അമ്മാവൻ ഇപ്പൊ ചെന്ന് ഗിരിജേച്ചിനോട് പറയണം, പിള്ളേര് സ്വത്ത് എഴുതി വെക്കാൻ സമ്മതിക്കണില്ല, അതുകൊണ്ടിട്ട് ഗിരിജയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കല്യാണത്തിന്? സ്വത്ത് എഴുതുക എന്താണ്, സ്വത്താണോ മുഖ്യം, സ്വത്താണോ മുഖ്യം, ഗിരിരാജനാണോ മുഖ്യം? അതെ. അതായത് സ്വത്ത് എഴുതി തന്നില്ലെങ്കിൽ നീ എന്നെ കല്യാണം കഴിക്കോ, അതോ സ്വത്ത് എഴുതി തന്നാലേ കല്യാണം കഴിക്കൂ എന്ന് ഞാൻ ചോദിക്കണം. ചോദിക്കാം. എന്താ ചേട്ടാ? അല്ല, ഈ സ്വത്തിൻ്റെ കാര്യത്തിലേ ഗിരിജയുടെ അഭിപ്രായം എന്താന്ന് കുട്ടികൾക്കൊന്നും അറിയണമെന്ന്. എന്താ ചേട്ടൻ്റെ അഭിപ്രായം? ഈ സ്വത്തും പണമൊക്കെ നമുക്ക് എന്തിനുള്ള, ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ? ജീവിതമല്ലേ ഏറ്റവും വലുത്. അതെ, അത് തന്നെ എൻ്റെ അഭിപ്രായം. എൻ്റെ ബന്ധുക്കളുടെ വാശിയും അനാസ്ഥയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയത്. സ്വന്തമായിട്ട് എന്തെങ്കിലും അഭിപ്രായം കാണിക്കാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ പ്രായവും കഴിഞ്ഞു. അതെ അതെ. അതുകൊണ്ട് ചേട്ടൻ സ്വത്തോ വയലോ എന്തു വേണമെങ്കിലും എൻ്റെ പേർക്കും കൂടി എഴുതി വെച്ചേക്ക്, ബന്ധുക്കളുടെ വായടയ്ക്കാലോ. അപ്പം അങ്ങനെ സ്വത്ത് എഴുതി വെക്കാം അല്ലേ? നമുക്ക് വേണ്ടിയല്ല, ബന്ധുക്കൾക്ക് വേണ്ടി. അല്ലെങ്കിൽ മുഴുവൻ കാലവും പ്രശ്നമായിരിക്കും. പ്രശ്നമായിരിക്കും, അതറിയാൻ വേണ്ടി വിളിച്ചതാ. ശരി, എന്നാ ഗിരിജ പൊക്കോ. ശരി. ആ പെണ്ണുമ്പിള്ള ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഈ ബന്ധം ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശരിയാവില്ല. അല്ലടാ, പ്രശ്നങ്ങൾ ഒഴിവാവാൻ വേണ്ടിയിട്ട് ആ കുട്ടി അങ്ങനെ പറഞ്ഞതാവും. പക്ഷെ എനിക്കതല്ല, ആ ചേച്ചി അങ്ങനെ പറയുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? എന്താവാൻ, ആ പെണ്ണുമ്പിള്ള പുതിയ ഉടായ്പായിട്ട് വന്നൊക്കെയാണ്. അമ്മാവന്റെ സ്വത്തിന്റെ പകുതി അവരുടെ പേരിലും കൂടെ എഴുതണമെന്ന്, എന്നാലേ കല്യാണം നടക്കുള്ളൂ. അല്ല, ആ കുട്ടി അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഈ കല്യാണം നടക്കണല്ലോ, കുടുംബക്കാരൊന്നും പിണങ്ങാണ്ടിരിക്കാൻ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു എന്ന് മാത്രം. സ്വത്ത് എഴുതി വെച്ചാലേ കല്യാണം നടക്കുള്ളൂ. ഇത് എവിടത്തെ ന്യായമാണ്? ഞാനീ പറയുമ്പോൾ വിചാരിക്കും എനിക്ക് സ്വത്തിലുള്ള മോഹം കൊണ്ടാണ്. നിങ്ങൾ അങ്ങനെയും പറയും. അമ്മാവ, നിങ്ങൾ കുഴി വീഴാൻ പോകും. അങ്ങനല്ല, പക്ഷെ എന്നാലും അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവര് അങ്ങനെ സ്വത്ത് എഴുതി വെക്കുന്നൊന്നും ശരിയായിട്ടുള്ള കാര്യമൊന്നുമില്ല. അല്ല, നിങ്ങളിത് എന്തുദ്ദേശം പറഞ്ഞ? അങ്ങനെ എല്ലാ കുട്ടി പറഞ്ഞത്. രണ്ടാളുടെയും കൂടി പേരിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ കല്യാണം വേഗം നടക്കൂലോ വെച്ചിട്ട് പറഞ്ഞതാണെന്ന്. കിഴക്കേതിലെ ഭാസ്കരണ്ണന്റെ അവസ്ഥ എന്തായെന്ന് അറിയാമോ? ഇതുപോലെ എഴുതി വെച്ച അവസാനം ആരും ഇല്ലാന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചതാണ്. അവസാനം ഭാസ്കരണ്ണന്റെ കാലം കഴിഞ്ഞപ്പോൾ പൊണ്ണുംപിള്ള സ്വത്തുമായിട്ട് ഒറ്റ മുങ്ങല്. കാലം കഴിഞ്ഞല്ല, കാലം കഴിപ്പിച്ചതാ. അങ്ങനെയൊക്കെ തന്നെയാ ചേച്ചി എല്ലായിടത്തും നടക്കുന്നത്. അങ്ങനെയൊന്നും ചെയ്യണം. വേറൊരു കാര്യം പറയാം, അവർ ഒട്ടും സ്ട്രെയിറ്റ് അല്ല എന്തായാലും ആ ഫാമിലി. അത് നീ നിനക്ക് ശരിക്കും ആ കുട്ടീനെ അറിയാത്തോണ്ടാണ്. ആ കുട്ടി അതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. ശരി ശരി കുട്ടി പറയണ കേൾക്കുമ്പോൾ നിർത്ത്. അല്ല, ഞാൻ അമ്മ അങ്ങനെയാണെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യും, ഗിരിജിച്ചിട്ട് ഒന്നുകൂടെ ചോദിക്കും. ഇപ്പൊ അവരവിടെ നിന്ന് ഒരു അഭിപ്രായം കൊണ്ട് പറഞ്ഞല്ലോ, അവരുടെ ബന്ധുക്കളൊക്കെ പറഞ്ഞു സ്വത്തുക്കൾ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല, അതായത് അമ്മാവന്റെ ബന്ധുക്കൾക്ക് അതിന് താല്പര്യമില്ല എന്നാണ് അഭിപ്രായം. ഈ അഭിപ്രായത്തോട് ഗിരിജിച്ചിയുടെ അഭിപ്രായം എന്താണ് ചോദിക്കണം. അപ്പൊ നമ്മൾ അങ്ങനെ സ്വത്ത് കൊടുക്കൂല എന്ന് പറയുന്ന സമയത്ത് അവർ കല്യാണത്തിന് സമ്മതിക്കാതിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. പക്ഷെ അമ്മാവന് എപ്പോഴും ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യും? ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം ആലോചിക്കാം. കാരണം ഇത് അമ്മാവന്റെ സ്വത്ത്, അമ്മാവന്റെ ഇഷ്ടം, അമ്മാവന്റെ ജീവിതം.